ഡിജിറ്റൽ സമ്പത്തിന്റെ പുതിയ അധ്യായം. കഴിഞ്ഞ ദിവസങ്ങളിൽ ബിസിനസ് ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്ത ജിയോ കോയിനുമായി ബന്ധപ്പെട്ടതായിരുന്നു. ജിയോ കോയിൻ എന്ന പേരിൽ ക്രിപ്റ്റോ പുറത്തിറങ്ങി എന്നതാണ് റിപ്പോർട്ട്. നിക്ഷേപ കാര്യങ്ങളിൽ റിലയൻസും മുകേഷ് അംബാനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏവരും ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുക. അതുകൊണ്ട് തന്നെ ജിയോയുടെ പുതിയ നീക്കം ഈ മേഖലയിലുള്ളവരിൽ വലിയ ആകാംക്ഷയാണ് ഉളവാക്കുന്നത്. ജിയോ കോയിനുമായി ബന്ധപ്പെട്ട പല വാർത്തകളും ഇതിനിടെ പുറത്തു വരികയും ചെയ്തു. എന്താണ് ജിയോ കോയിൻ? ജിയോ സ്പിയർ, മൈ ജിയോ, ജിയോ സിനിമ, ജിയോ മാർട്ട് തുടങ്ങിയ വിവിധ ജിയോ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് റിവാർഡായി ലഭിക്കുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ് ജിയോ കോയിൻ. ജിയോയുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് ലഭിക്കുന്ന പ്രതിഫലം പോലെയാണ് ജിയോ കോയിനുകൾ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ഇതിന് മാറ്റം വന്നേക്കാം. നിലവിൽ ജിയോ സ്പിയർ ബ്രൗസർ ഉപയോഗിച്ച് ബ്രൗസ് ചെയ്യുന്നവർക്കും വീഡിയോകൾ കാണുന്നവർക്കും ജിയോ കോയിനുകൾ നേടാനാകും. കോയിൻ പ്രവർത്തന സജ്ജമാണെന്ന തരത്തിൽ സ്ക്രീൻഷോട്ടുകൾ എക്സിൽ പ്രചരിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കമ്പനി ഇതേക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. ഇത്തരം കോയിനുകൾ ലഭിച്ചാൽ അത് എങ്ങനെ റിഡീം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് പല വാർത്തകളും പുറത്തു വരുന്നുമുണ്ട്. റിവാർഡായി ലഭിക്കുന്ന ഈ കോയിനുകൾ കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഭാവിയിൽ ഈ കോയിനുകൾ ഉപയോഗിച്ച് ജിയോയുടെ തന്നെ മറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞേക്കാം. അതായത് ജിയോ മൊബൈൽ റീചാർജ്, റിലയൻസ് പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാനും ഇത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇക്കാര്യം കമ്പനി സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്റർനെറ്റ് ടെക്നോളജി കമ്പനിയായ പോളിഗോൺ ലാബുമായി സഹകരിച്ചാണ് ജിയോ കോയിനുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുവഴി ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ ഒരു പുതിയ സാമ്പത്തിക ഇടനാഴി ഇന്ത്യക്ക് മുന്നിൽ തുറക്കുകയാണ് ജിയോ. മൊബൈൽ ഫോണിലൂടെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ജിയോ കോയിൻ അവതരിപ്പിച്ചേക്കാം. എന്നാൽ മറ്റ് ക്രിപ്റ്റോ കറൻസികളിൽ നിന്നുള്ള മത്സരവും ഉപഭോക്താക്കളുടെ വിശ്വാസവും നേടിയെടുക്കലും നിയമപരമായ അനുമതികളും ഇവയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളായേക്കാം. നിലവിൽ ക്രിപ്റ്റോ കറൻസിക്ക് കർശന നിയന്ത്രണമാണ് രാജ്യത്തുള്ളത്. ഇതിനു പുറമെ ക്രിപ്റ്റോ കറൻസിയിലൂടെയുള്ള ലാഭത്തിന് വലിയ നികുതിയും നൽകണം. അതുകൊണ്ട് തന്നെ ജിയോയുടെ പുതിയ നീക്കം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയണം.